അതെ ഫ്രാൻസേ, നമുക്കൊരു കാര്യം പറഞ്ഞ ഉത്തരം കിട്ടുന്നതിന് എന്താ പറയുന്നത്? ആൻസർ അല്ലേ? ഞാനൊരു ക്ലൂ തന്നേ ഉള്ളൂ. അടുത്ത ആരാ പാടാൻ? കാര്യം പറഞ്ഞ ഉത്തരവല്ല, മുറിപ്പത്തൽ എന്നൊക്കെ ഒന്ന് പോയേ ഇവിടുന്ന്. ഓക്കെ, നമുക്ക് വിളിക്കാം. വിളിച്ചു നോക്കാം. യെസ്, ലെറ്റ്സ് വെൽക്കം അവർ മുറിപ്പത്തൽ ആൻസർ കുട്ടി. ഹായ് ഹായ്. ആൻസർ കുട്ടി, നല്ല നിറമൊക്കെ വെച്ചല്ലേ ഇതെങ്ങനെയാ പെട്ടെന്ന്? ഇവിടെ രണ്ടുപേരും ഇല്ലേ? നമുക്ക് എന്തിനാ അവരൊക്കെ? നമുക്ക് പോരെ, നമ്മള് പോരെ, ഞങ്ങള് 3 പേര് പോരെ? എന്തിനാ ഇപ്പൊ 2 പേര് എന്തിനാ അവിടെ? അത് വെൽക്കം ആൻസർ ഓൺ സ്റ്റേജ് എന്ന് പറയാം. ഞങ്ങള് പറഞ്ഞില്ലേ അത് പോരെ? അത് പോരാ, അത് നല്ലതാണ്, നല്ലതാണ്. നമുക്കൊരു പണി ചെയ്തല്ലോ എം ചേട്ടാ. മോളെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും? ഇപ്പൊ ആൻസർ എന്ന് പറഞ്ഞ കുട്ടി അവിടെ വെയിറ്റ് ചെയ്യാ. ഒന്ന് പറഞ്ഞേ, അടുത്ത പരിപാടി എം ജിയോട് ചോദിക്കാം, അടുത്ത ആരെ വിളിക്കണ്ടെന്നൊക്കെ ചോദിച്ച് ഒന്ന് കമ്പയർ ചെയ്തേ. പോരട്ടെ അങ്ങോട്ട്. അടുത്തത് ആരെ വിളിക്കണ്ടേ? നമുക്കൊരു കാര്യം ചെയ്യാം, നന്നായിട്ട് പാടും, പിന്നെ ചിലപ്പോഴൊക്കെ ഒന്ന് പോയേ എന്നൊക്കെ പറയുന്ന ഒരാളുണ്ട്, വിളിച്ചാലോ? നല്ല ഇടി തരും എന്നൊക്കെ പറയുന്ന ഒരാള്. വെൽക്കം ആൻസർ. വലിയൊരു ആങ്കർ ഒക്കെ ആയാലേ ഞാനേ വലുതാവുമ്പോ അങ്ങനെയൊക്കെ പറഞ്ഞോളൂ. ഒച്ച പോവല്ലേ? ഓ, പാട്ട് പാടണോണ്ട് ഒക്കെ സേഫ് ആക്കി പറഞ്ഞേക്കാം ഒന്ന്. എന്നാലും ഒന്ന് പറ. വെൽക്കം ആൻസർ ഓൺ ദ സ്റ്റേജ്. ഇപ്പൊ നല്ലോണല്ലേ പറഞ്ഞത്? കുറച്ചുകൂടി പവർ വരാൻ. പക്ഷെ സത്യം പറയട്ടെ, സത്യം പറയണോ കള്ളം പറയണോ? സത്യം. സത്യമാണെങ്കിൽ വരവ് പോറായിരുന്നു. എന്ത്? പരമ ബോറായിരുന്നു. വന്നിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പാട്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു ഒറ്റൊരടി, അല്ലെങ്കിൽ ഇക്കിളി വരും, അല്ലെങ്കിൽ ഇക്കിളിയാക്കും. അല്ല ഇങ്ങനെയാണോ പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെയാണോ? ഇക്കിളിയാക്കണോ അല്ലെങ്കിൽ ഇടിക്കണോ? ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങളെ അല്ല, ഈ കാണുന്ന റിമി ടോമി എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഈ ആളുണ്ടല്ലോ, ഇവിടെ മുഴുവൻ ഭയങ്കര മസില. ഇവിടെ മസില്, ഇവിടെ മസില്. അതൊക്കെ അറിയാം, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ, ഒരാഴ്ച പറയണോ? വെൽക്കം ആൻസർ ഓൺ ദ സ്റ്റേജ്. ഇപ്പൊ ചെവി കേട്ടോ. എന്നാലും ഒരു സുഖമില്ല. എം ജംഗിന്റെ അടുത്തല്ലേ പറഞ്ഞ? അതെ, ഏത് നിക്കുന്ന പേര് പറയണി? എന്റെ റിമി ആന്റി. ഏത് പാട്ടാ പാടുന്നേ? കാമിനി മുല്ലകൾ. കാമിനി മുല്ലകൾ. ഡീറ്റെയിൽസ് അങ്ങോട്ട് വിളമ്പിയാട്ടെ. മ്യൂസിക് ജോൺസൺ മാഷ്. ലിറിക്സ് കെ ജയകുമാർ. കെ ജയകുമാർ സാർ. ആൻഡ് സിംഗർ കെ ചിത്രാമ. ആൻഡ് സിനിമയുടെ പേര് പാവക്കൂത്ത്. സിനിമയുടെ ഇയർ 1990. വെരി ഗുഡ്, നന്നായി പറഞ്ഞു കേട്ടോ. അങ്കിള് ഇതിനകത്തൊരു പാട്ട് പാടിയിട്ടുണ്ട്. ഈ അങ്കിള് ഒരു തീയലയിൽ പൂക്കാലം വിടരും പോലെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. നല്ല രസമുള്ള ഒരു പാട്ടാണ് ജോൺസേട്ടന്റെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നീലപ്പാ
ആൻസർ കുട്ടി ആ? രസമുണ്ടായിരുന്നു കേട്ടോ. കുറെ ഭാഗങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇതിന് മോക്ക് ഈ പാട്ട് പാടാനുള്ള പ്രായമായില്ല, അതാ. എന്താന്നറിയോ, ഈ കാമിനി മുല്ലകളിന്ന് ചിത്ര പാടിയിരിക്കുന്നത് കാമിനി മുല്ലകൾ, ആ ഒരു ഹസ്കിനെസ് കൊടുത്തിട്ടുണ്ട്. അത് മോക്ക് കൊടുക്കാൻ പറ്റുമോ? കാമിനി കുറച്ച് വരുന്നുണ്ട്. മുല്ലകൾ കാതോർത്തു നിന്നോ പാതിര അതും അങ്ങനെ സൗരഭം. ഓക്കെ മോളെ, അത് എന്തെന്നറിയാം, ഞാൻ ആദ്യം പറഞ്ഞ തന്നെയാണ്. നമ്മൾ കുറച്ചുകൂടെ പ്രായമാകുമ്പോഴത്തേക്ക് ആ ഒരു ഫീല് അതൊക്കെ മനസ്സിലാക്കി പാടാൻ പറ്റുമല്ലോ. നന്നായിട്ട് പാടി. പിന്നെ കുളിരാടി, ഇതെല്ലാം മോളൊരു വേറൊരു സൗണ്ടിങ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. കുളിരോടി കുളിരോടി അങ്ങനെ അല്ല, കുളിരാടി. ക്രിസ്മസ് അപ്പൂപ്പൻ പാടുന്ന പോലത്തെ അങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ടാ പറഞ്ഞു, ഒന്ന് പാടിക്ക്. കുളിരാടി നിന്നതാ എന്നല്ല, നിന്നതാ. ആ പാടിക്ക്, അങ്ങനെ കറക്റ്റ് ചെയ്യേ. ആ കുളിരാടി നിന്ന ദാഹ, കുളിരാടി നിന്നതാഹമുകിലേ. കറക്റ്റാ മോളെ, കറക്റ്റാണ്, കറക്റ്റാ. പിന്നെ അതെന്തിനാ തെറ്റിയെന്ന് പറഞ്ഞ? അതിങ്ങനെയല്ല പാടിയത്, കുളിരോടി നിന്ന ദോഹോ അങ്ങനെ വന്നു. അപ്പൊ മോളെ അത് ഇപ്പോഴേ ശീലിച്ചാലേ ഭാവിയിൽ പാട്ടൊക്കെ പാടുമ്പോഴത്തേക്ക് ഏതെങ്കിലുമൊക്കെ സ്റ്റുഡിയോയിൽ ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് ചിലപ്പം വലിയ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിരിക്കും, അവര് പറയും കറക്റ്റായിട്ട് പാടാൻ പറയും. ഞങ്ങളെയൊക്കെ ഇട്ട് മൂക്ക് ടിച്ച എണ്ണാന്ന് വരപ്പിച്ചിട്ടുണ്ട്. ഈ തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡയിലൊക്കെ പാടുമ്പോഴത്തേക്ക്. ഈ പ്രിയദർശന്റെ പടം ABCL കോർപ്പറേഷൻ, മറ്റേ ചൂട്ട് ബോലുന സച്ച് ബാത്ത് ബോലുരേ ദാരിരീരരാ അതിന്റെ ഹിന്ദി ദരരാരരീരരാ ദാരിരാരിരീ ദരിരാരരാരരീ ദാരരാരരീ മുझे बता പാതിരാ കിളി വരുവാൾ കടൽ കിളി. അറിയോ? ചൂട്ട് ബോലുന എന്ന് പറഞ്ഞപ്പോ ചൂട്ട് ബോലുന എന്നേ പറയത്തുള്ളൂ. എന്നാ അവര് നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നുമില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഉദിത് നാരായണനെ കൊണ്ട് പാടിച്ചു. എന്റെ ഡിക്ഷൻ ശരിയല്ല എന്ന്. ആ ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ഡിക്ഷൻ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ മോളെ. അങ്ങനെ ശ്വാസം ഇന്ന് പല സ്ഥലത്തും കിട്ടുന്നില്ല അങ്ങോട്ട് എൻ പോർഷൻസിൽ. എന്തായാലും ടോട്ടലി ഒരു ആനച്ചന്തം ഉണ്ടായിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആൻസർ കുട്ടി, തുടക്കത്തില് ആ പാട്ട് തുടങ്ങുമ്പോ ഇൻട്രോ തുടങ്ങിയപ്പോ സത്യം പറഞ്ഞ എന്റെ വിചാരം ഇവിടെ കറണ്ട് പോയിന്നാ വിചാരിച്ചു. ആൻസർ കുട്ടീനെ നോക്കിയപ്പോ സ്റ്റേജിൽ ആൻസർ കുട്ടീനെ കാണാനുമില്ല. എനിക്ക് ഇരുട്ടായിരുന്നു. അതെന്താണോ ഡയറക്ടർ ഓഫ് ചെയ്ത് വെച്ച നമ്മൾ പ്രൊഡ്യൂസർ എന്ന് ചീത്ത പറയണ തോന്നുന്നു. വേണ്ട വേണ്ട, ഒരൊറ്റ അടിയടിക്കുന്നു പറയാൻ. പാവാണോ? അപ്പൊ ഞങ്ങളോടാ ക്ഷമിക്കാത്ത? ഞങ്ങളൊക്കെ ആൻസർ കുട്ടി നന്നായി പാടി. പണ്ടത്തെ വെച്ച് നോക്കുമ്പോ ഒത്തിരി നന്നായിട്ട് പാടി. പിന്നെ ആൻസർ കുട്ടി ഒരു സ്ഥലത്തെ തോന്നിയത് ഇപ്പൊ ചില സ്ഥലത്ത് ഇങ്ങനെ ഒരു സാധനം പാടുന്നില്ലേ, അത് ഞാൻ ശ്വാസം ഇല്ലാതെ പോയതാ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? കുറച്ച് ശ്വാസം സ്റ്റോക്ക് ചെയ്ത് വെക്കണം. അപ്പൊ എന്റെ പാട്ട് തെറ്റി പോവും. അതെന്തിനാ? ശ്വാസം സ്റ്റോക്ക് ചെയ്യാൻ ഇപ്പൊ അത്ര വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വലിച്ചാ പോരെ. ഒരു നെടുവീർപ്പ് നമ്മൾ ഇടില്ലേ, അങ്ങനെ വലിച്ചൂടെ? പെട്ടെന്ന് പാടണം. ഒന്ന് വലിച്ചിട്ട് കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ച് ഇങ്ങനെയാണോ? ആക്ച്വലി MG നോട്ട് എന്താ കണ്ട് ഒന്നും എഴുതിയിട്ടില്ല, എല്ലാം നന്നായെന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്. ഒറ്റ അക്ഷരം പോലും എഴുതിയിട്ട് വേണ്ട, ഒറ്റ അക്ഷരമൊന്നും ഞാൻ ഇങ്ങനെ എഴുതണം. കണ്ട് എന്റെ 98 ഇട്ടാ ഞാന് അറിയാലോ, എന്റെ കളി അറിയാലോ. അല്ല, അപ്പൊ മാർക്കൊക്കെ ഫിക്സ് ചെയ്ത് വന്നിരിക്കുകയാണ്. 100 ഫിക്സ് ചെയ്ത്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, അത് നമ്മൾ തീരുമാനിക്കും. മനസ്സിൽ എത്ര ഉദ്ദേശിക്കുന്നത്? അതെ, മനസ്സിൽ എത്രയാ? ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് 100. തന്നെ 100 അത്രയും പാടിയായിരുന്നോ? 95ഓ? ഒറ്റൊരു അടി ഇടും ഞാൻ. ഒന്ന് മിണ്ടാണ്ടിരിക്കും, ഞാൻ നോക്കട്ടെ. 5 എണ്ണം പോയി ഇപ്പൊ കൂട്ടി. അപ്പം 5 എണ്ണൊന്നല്ല, 4 എണ്ണല്ല ഞാൻ കണ്ടത്. അപ്പൊ 96. 6 4 എണ്ണം കൂടെ കൂട്ടിയാ 96, 4 100. എന്നാ പറഞ്ഞ വെട്ടിയാക്ക്. അപ്പൊ 97. എനിക്ക് അറിഞ്ഞൂടാ, മാർക്കൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കിട്ടുന്ന വാങ്ങിച്ചോണ്ട് പോയില്ലേ? അതെന്തറിയോ തീരുമാനം മാറ്റിയത് എന്തറിയോ? കണക്ക് കൂട്ടാൻ അറിയില്ല.
മാർക്ക് കുറയ്ക്കണമെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് നിക്കളിയാക്കാം. എന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കും, ഞാൻ അങ്ങോട്ടേക്ക് വരാം. മോള് പാടിയതിനുള്ള കറക്റ്റ് മാർക്ക് കിട്ടും. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിട്ടെ, 8ഉം 7ഉം 8 + 7 എത്രയാണ്? 7. കൂട്ടാനാ? കൂട്ടാൻ. ഓ, ആ കുറയ്ക്കാനാന്ന് വിചാരിച്ചല്ലേ? ആ പ്ലസ് എന്ന് പറയുമ്പോ കുറയ്ക്കുക. ആ 15 ആയിരിക്കും. അടിപൊളി, സൂപ്പർ, വെരി ഗുഡ്. അപ്പൊ കണക്കൊക്കെ അറിയാം കേട്ടാ, നമ്മളെ കളിപ്പിക്കാം. അപ്പൊ മോളെ, സോ ടുഡേ വി ആർ ഗിവിംഗ് യു 98 ഔട്ട് ഓഫ് 100. ആൻസർ കലക്കി 98 കിട്ടിയില്ല. ആദ്യ ഒരു KJ കുമാർ പൂക്കുറ്റി. താങ്ക് യു. സൗരഭം